കട്ടിളപ്പാളി കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതി വാദം കേട്ടു. അനന്തരം വിവരങ്ങളുമായിട്ട് തിരുവനന്തപുരത്ത് ചേരുന്നു. അനന്തരം എന്താണ് നാളത്തേക്ക് മാറ്റാൻ വിശദമായ വാദം കേൾക്കലായിരുന്നു ഇന്നുണ്ടായത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാർ. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകൾ ഉള്ളതിൽ കട്ടളപ്പാളി കേസിലാണ് സ്വാഭാവിക ജാമ്യം തേടി എ പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ആ ഹർജി ഇന്ന് പരിഗണിക്കുകയും അതിൽ വാദം കേൾക്കുകയും ചെയ്തു. സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് പത്മകുമാറിന്റെ അഭിഭാഷകർ വാദിച്ചത്. 90 ദിവസത്തിനകം ഈ കേസിൽ കുറ്റപത്രം നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ സ്വാഭാവിക ജാമ്യത്തിന് ആനുകൂല്യം പ്രതിക്ക് ലഭിക്കണം എന്നുള്ളതാണ് അഭിഭാഷകർ ഉന്നയിച്ചത്. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. മാത്രമല്ല, ജാമ്യം നൽകുകയാണെങ്കിൽ കർശന ഉപാധികൾ വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. ഈ ഹർജിയിൽ ഉത്തരവ് പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം 90 ദിവസം ചാർജ് ഷീറ്റ് നൽകാത്തത് കൊണ്ടുള്ള സ്വാഭാവിക ജാമ്യത്തിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ 2 കേസുകളിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. നാളെ ഇപ്പോൾ കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം പത്മകുമാറിന് ലഭിച്ചാലും ദ്വാരപാലക പാളി കേസിലെ അറസ്റ്റ് നടന്നിട്ട് 90 ദിവസം ആയിട്ടില്ല. അതിന് 2 ആഴ്ച കൂടിയുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. അതിന് 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ പത്മകുമാറിന് ദ്വാരപാലക പാളികളിലും ജാമ്യത്തിന് അർഹത ലഭിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ ആ വഴി അടയുകയും ചെയ്യും. ശരി. നാളെയാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. പക്ഷേ സൂചിപ്പിച്ച പോലെ നാളെ ഇപ്പോൾ വിധി അനുകൂലമായാലും 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ പത്മകുമാറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ.